പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി 3 ജനുവരി 3 നമ്മൾ അനുസ്മരിക്കുന്ന സമയത്ത് നമുക്ക് ദുഃഖകരമായ ഒരു സത്യം നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. അതായത് കേരളത്തിലെ സത്യം പറഞ്ഞ കേരളീയനായ ആദ്യത്തെ നവോത്ഥാന നായകൻ ചാവറയച്ചൻ്റെ ചരമ ദിനമാണ്. ഈ ദിനത്തിൽ പക്ഷേ നമ്മളത് കേരളത്തിൽ അധികമായിട്ട് അതിനെക്കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ല. ഇന്നലെ നമുക്ക് മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനമായിരുന്നു. അത് പൊതു അവധിയായിരുന്നു. തീർച്ചയായിട്ടും മന്നത്ത് പത്മനാഭൻ കേരളത്തിൻ്റെ നവോത്ഥാന നായകരിൽ ഒരാളാണ്. പക്ഷേ കേരളത്തിൻ്റെ നവോത്ഥാന നായകരിൽ ആദ്യത്തെ കേരളീയനായ നവോത്ഥാന നായകൻ എന്ന് പറയാവുന്നയാൾ ചാവറയച്ചനാണ്. ജനനം കൊണ്ട് കാലം കൊണ്ടൊക്കെ ചാവറയച്ചൻ പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിക്കണമെന്ന് പറയുമ്പോൾ മഹാനായ ശ്രീനാരായണ ഗുരുവിനൊക്കെ 7 വയസ്സേ പ്രായമുള്ളൂ. ചട്ടമ്പി സ്വാമികൾക്ക് 5-6 വയസ്സൊക്കെ പ്രായമുള്ളൂ. അപ്പോൾ കാലത്തിന് മുമ്പേ നമുക്കറിയാം, കേരളത്തിൽ വന്ന സാമൂഹിക വിപ്ലവത്തിന് നവോത്ഥാനത്തിന് കാരണക്കാർ ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഇവിടെ വന്ന ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു ആത്മബലം ആർക്കും ഇല്ലായിരുന്നു. കാരണം നമ്മുടെ ഇവിടെ സ്വാമി വിവേകാനന്ദ വന്നിട്ട് ഭ്രാന്താലയം എന്ന് വിളിച്ചാണ്. കാരണം അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ കൊല്ലപ്പെടുമായിരുന്നു. ശക്തമായ ജാതി മത വിവേചനം നിലനിന്നിരുന്നു കേരളത്തിൽ. ചില പുലയരും അങ്ങനെയുള്ള ആളുകളൊക്കെ ഇത്ര അടി മാറി നിൽക്കണം സവർണ വിഭാഗത്തിൽ നിന്ന് പറഞ്ഞിരുന്ന കാലമാണ്. അതും കൂടാതെ ഈ ഗവൺമെൻറ് സ്കൂളുകളിൽ പോലും നായന്മാർക്ക് പോലും പഠിക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടായിരുന്ന ഒരു കാലമാണ്. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാർ വന്നതോടുകൂടിയാണ് ഇതിനെല്ലാം വ്യത്യാസം വരുന്നത്. നമുക്കറിയാം, ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ആ ദൗത്യം ഉണ്ടാകുന്നത് ബൈബിളിൽ നിന്നാണ്. കർത്താവ് ഈശോ മിശിഹായുടെ ആദ്യത്തെ പ്രബോധനം എങ്ങനെയാണ്? നസ്രത്തിലെ സിനഗോഗിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് വിമോചനവും നൽകാൻ വരുന്നു. അത് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനപരമായ ദൗത്യമാണ്. അതുകൊണ്ടാണ് അവർ ആ ദൗത്യം പേറി വരുന്നത്. മറ്റുള്ളവരാരും ശ്രമിക്കാത്ത കാര്യത്തിന് ഈ ആത്മീയതയിൽ നിന്ന് സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടി അവർ വരുന്നത്. അപ്പോൾ അവർക്ക് പിൻബലമായിട്ട് ഇവിടെ നിലനിന്നിരുന്ന വിദേശ ഭരണം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും മതം പ്രചരിപ്പിക്കാനായിട്ട് അവർ അങ്ങനെ പോയില്ല. പക്ഷേ ക്രൈസ്തവ മിഷണറിമാരെ അവർ മറ്റു തരത്തിൽ എതിർത്തിരുന്നില്ല. സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ താഴെ തട്ടിലുള്ളവരെല്ലാം ഒരുമിച്ചിരുത്തി അങ്ങനെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ വിദേശ മിഷണറിമാർ അത് CSI സഭയുൾപ്പെടെ അങ്ങനെയുള്ളവരെല്ലാം തുടങ്ങി, സ്കൂളുകൾ കോളേജ് തുടങ്ങി. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യ തന്നെ ആധുനികതയിലേക്ക് കാലുവയ്ക്കുന്നത് ക്രൈസ്തവ മിഷണറിമാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ തുടങ്ങിയതിന് ശേഷമാണ്. അങ്ങനെയാണല്ലോ ഒരുപാട് രാജാറാം മോഹൻ റായ് ഉൾപ്പെടെയുള്ളവർ പഠിച്ച് വിശാലമായ മാനവിക ദർശനങ്ങളിലേക്കൊക്കെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ആദ്യമായിട്ട് ഈ വിദേശ മിഷണറിമാരുടെ പാതയിൽ കേരളീയനായ ഒരാൾ ഈ സാമൂഹിക നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച് ചാവറയച്ചനാണ്. അതിനെക്കുറിച്ച് സഭയുടെ ഇടയിൽ തന്നെ ചില ഇതൊക്കെ വന്നതാണ്. ഒരുപക്ഷെ ഈ തരത്തിൽ ചാവറയച്ചനെ അധികം ഓർക്കാതെ പോയത്. ഇപ്പോൾ പള്ളിയോടൊപ്പം പള്ളിക്കൂടം പണിയണമെന്ന് പറഞ്ഞത് ബർണദീത്ത മെത്രാപ്പൊലീത്തായുടെ കൽപ്പനയായിരുന്നു എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും 1861 ചാവറയച്ചനെ സുറിയാനി ക്രൈസ്തവരുടെ വികാരി ജനറാളായിട്ട് നിയമിച്ചതിന് കാരണം തന്നെ സുറിയാനി ക്രൈസ്തവരുടെ ഇടയ്ക്ക് മെത്രാപ്പൊലീത്തായ്ക്കും അല്ലെങ്കിൽ ആ സംഘത്തിനും സ്വാധീനം കുറയുന്നു എന്നുണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം മെത്രാപ്പൊലീത്തായിട്ട് വന്നെങ്കിൽ തന്നെ അത് നടപ്പിലാക്കിയ ചാവറയച്ചനാണ്. പള്ളിമുടക്ക് കൽപ്പിക്കുമെന്ന് പറഞ്ഞു പോലും പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിച്ച് അത് പ്രാവർത്തികമാക്കിയത് ചാവറയച്ചനാണ്. ഇനി അത് തന്നെ മാറ്റിവെച്ചാൽ തന്നെ ബാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് ചാവറയച്ചൻ ചെയ്തത്? ചാവറയച്ചൻ പിടിയേരി സമ്പ്രദായം ഏർപ്പെടുത്തി ഉച്ചക്കഞ്ഞി പാവപ്പെട്ടവർക്ക് നൽകി. 1860 കാലഘട്ടത്തിൽ അദ്ദേഹം മാന്നാനത്ത് സ്കൂള് സ്ഥാപിച്ചു. 72ഓളം ദളിത് ആളുകളെ ഒരുമിച്ചിരുത്തി, മേൽജാതിയോടുകൂടി തന്നെ ഒരുമിച്ചിരുത്തി പഠിപ്പിച്ചു. അതുപോലെ സംസ്കൃത സ്കൂള് സ്ഥാപിച്ചു. അതുപോലെ അന്ന് ഈ പാവപ്പെട്ട ആളുകൾക്ക് വസ്ത്രം തന്നെ ഇല്ലായിരുന്നു, ഒരു നിക്കർ പോലും ധരിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് യൂണിഫോം ഏർപ്പെടുത്തുന്നത്, എല്ലാവരും ഒരുപോലെ ആകാൻ വേണ്ടി യൂണിഫോം. അച്ചടി അതിനുശേഷമാണ് മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമായ ദീപിക തുടങ്ങുന്നത്. അതുപോലെ അനാഥ മന്ദിരങ്ങൾ സ്ഥാപിച്ചു, ഉപവിശാലകൾ സ്ഥാപിച്ചു, എത്രയോ തരത്തിലുള്ള. അതുപോലെ അദ്ദേഹം സാഹിത്യകാരനായിരുന്നു. അനസ്തേഷ്യയുടെ ഖണ്ഡകാവ്യം എന്ന് പറയുന്ന കാവ്യം എഴുതി. അങ്ങനെ എത്രയോ തരത്തിൽ ഈ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ പാലിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും പ്രാരംഭകൻ അദ്ദേഹമായിരുന്നു. ആ തരത്തിൽ
ആദ്യം തന്നെ നമ്മുടെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ പഠിക്കേണ്ടത് ചാവറയച്ചനെ കുറിച്ചാണ്. കേരളീയനായ ആദ്യത്തെ നവോത്ഥാന നായകനാണ്. നിർഭാഗ്യവശാൽ 2013 UDF ഭരണകാലത്ത് പരിഷ്കരിച്ച പദ്ധതിയിൽ 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒന്നും ചാവറയച്ചനെ കുറിച്ച് വിവരണമില്ല. ആകെ ഒരു സെന്റൻസ് മാത്രമേ ഉള്ളൂ. അതും തീർത്ത് ബഹുമാന ആദരവ് കുറഞ്ഞ രീതിയിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയും ഒക്കെ പറയുന്ന സമയത്ത് ആ ബഹുമാന പദങ്ങളൊന്നും ഉപയോഗിക്കാതെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നുള്ള ഒറ്റ ഇത് മാത്രം, ചാവറയച്ചൻ എന്ന് പോലും അതിൻ്റെ അകത്തില്ല. അപ്പോൾ അത് ഈ ഗവൺമെന്റ് തിരുത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പുതിയ പാഠപുസ്തകത്തിൽ വരുമ്പോൾ. അല്ലെങ്കിൽ ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. കാലത്തിനു മുമ്പേ ദർശനങ്ങൾ കണ്ട, കാലത്തിനു മുമ്പേ വലിയ വിപ്ലവത്തിന് നാന്ദി കുറിച്ച മഹാനായ മനുഷ്യനാണ് ചാവറയച്ചൻ. വിശുദ്ധനായ മനുഷ്യനാണ് ചാവറയച്ചൻ.